സുഹൃത്തുക്കളെ, നമ്മളെ ചാലിയം കടപ്പുറം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അതായത് നമ്മൾ കോഴിക്കോടൊക്കെ പോയി മടങ്ങി പോകുമ്പോഴേ ജസ്റ്റ് ചാലിയത്തോടെ ഒന്ന് കയറിപ്പോയാൽ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് മീനൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷെ ഇതിനായിട്ട് പോന്നാലൊന്നും നടക്കില്ല. എന്നാലും നമ്മൾ കോഴിക്കോടെ പോയി മടങ്ങി പോകുമ്പോൾ നല്ല മീൻ കിട്ടും, അടിപൊളി മീൻ, വിലയൊക്കെ പാകത്തിന് കിട്ടും. ഇതാണ് ഈ ചാലിയം മീൻ പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് പോരണമെന്നുണ്ടെങ്കിൽ കോഴിക്കോടൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ബേപ്പൂർ വന്നിട്ട് ജങ്കാറിന് കയറിയാൽ ചാലിയത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. ജങ്കാറിൽ നമ്മൾ ബൈക്കോ ഓട്ടോറിക്ഷയോ കാറോ ഒക്കെ ആണെങ്കിൽ അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് ചാലിയത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് മീനൊക്കെ വാങ്ങിയിട്ട് പോകട്ടോ. അതുപോലെ കോഴിക്കോട്ടേക്ക് സാവധാനമൊക്കെ എത്തേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ പോന്നിട്ട് ചാലിയത്തു നിന്ന് മീനൊക്കെ വാങ്ങിയിട്ട് പിന്നെ ജങ്കാറിന് അങ്ങനെ ബേപ്പൂർ കയറിയിട്ട് അങ്ങനെയും പോകാൻ പറ്റും. പിന്നെ നമ്മൾ പോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ബക്കറ്റ് നമ്മൾ കയ്യിൽ കരുതണം. അടപ്പൊക്കെ അല്ലേ, വണ്ടിയിലൊക്കെ കീസൊക്കെ വെച്ചാൽ ആകാം മീൻ മണമൊക്കെ ആയിട്ട് പിന്നെ അത് കഴുകാനൊക്കെ ഭയങ്കര പ്രയാസം വരും. അതുകൊണ്ട് ഒരു ബക്കറ്റ്, അടപ്പിൻ്റെ ഒരു ബക്കറ്റ് നമ്മൾ കയ്യിൽ വെക്കുക, കുറച്ച് വലുത്, അടിപൊളിയായിട്ട് മീനൊക്കെ കൊണ്ടുപോവാം.